Welcome to Garam Masala, the magic spices of cooking. റെസ്റ്റോറന്റ് സ്റ്റൈൽ എഗ് കറി. ഇന്ന് നമുക്ക് മുട്ടക്കറി തയ്യാറാക്കിയെടുക്കാം. നല്ല ടേസ്റ്റി ആയ ഒരു മുട്ടക്കറിയാണിത്. ഇതിനെ നമുക്ക് പത്തിരി, പൊറോട്ട, ഇടിയപ്പം, അപ്പം ഇവയുടെ കൂടെ എല്ലാം സെർവ് ചെയ്യാം. ഇതിനു വേണ്ടി ആദ്യം നമുക്ക് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയെടുക്കാം. ചൂടായ എണ്ണയിലോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. ഇനി നമുക്ക് 2-3 പച്ചമുളക്, 1 ടേബിൾ സ്പൂൺ വീതം ചോപ്പ് ചെയ്യുകയോ ക്രഷ് ചെയ്യുകയോ ചെയ്ത ഇഞ്ചി, വെളുത്തുള്ളി ഇവ ചേർക്കണം. നമുക്കിതിനെ നന്നായി വഴറ്റിയെടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയുമെല്ലാം നന്നായി വഴന്നു വരുമ്പോൾ നമുക്കിതിലോട്ട് സവാള ചേർക്കാം. 2 സവാള സ്ലൈസ് ചെയ്ത് വെച്ചതാണിത്. ഒരൽപ്പം ഉപ്പ് ചേർത്ത് വേണം നമുക്കിതിനെ വഴറ്റിയെടുക്കാൻ. ഈ സവാള നന്നായി സോഫ്റ്റ് ആയി വരുമ്പോൾ നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം. സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു വലിയ തക്കാളിയാണിത്. ഈ തക്കാളി കൂടെ വെന്ത് വരണം. അതിനുശേഷം വേണം നമുക്ക് അരപ്പ് ചേർക്കാൻ. അരപ്പിന് വേണ്ടി ഞാൻ 1.5 കപ്പ് തേങ്ങ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ വീതം മല്ലിപ്പൊടി, മുളക് പൊടി, 1 ടീസ്പൂൺ വലിയ ജീരകം ഇവയാണ് എടുത്തിട്ടുള്ളത്. ഇതിന് ഒരൽപ്പം വെള്ളം ചേർത്ത് നല്ല മയത്തിൽ അരച്ചെടുക്കണം. ഇങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ അരപ്പിനെ നമുക്ക് പാനിലോട്ട് ചേർക്കാം. ഇതിലോട്ട് നമുക്ക് ആവശ്യാനുസരണം വെള്ളം ഒഴിക്കണം. 1 മുതൽ 1.5 കപ്പ് വരെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കറി നല്ല തിക്കാണെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് നമ്മൾ ഒരു മുട്ട കൂടെ ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വെന്ത് വരുമ്പോൾ കറി ഒന്നുകൂടെ തിക്കാവും. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കറി തിളച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു മുട്ട ഉടച്ചൊഴിക്കാം. ഈ മുട്ടയെ നന്നായി മിക്സ് ചെയ്യണം. ഇങ്ങനെ മുട്ട ചേർത്താൽ നമ്മുടെ കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ കറി നല്ല തിക്കായി വരും. 1-2 മിനിറ്റ് നമുക്ക് ഈ മുട്ടയെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട്. ഈ കറി ഇങ്ങനെ തന്നെ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഇതിലോട്ട് മുട്ട ചേർത്ത് സെർവ് ചെയ്യാം. ഇതിനുവേണ്ടി ഞാൻ 6 മുട്ടയെ ഹാർഡ് ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന്റെ ഷെല്ലെല്ലാം എടുത്തു കളഞ്ഞതിന് ശേഷം നമുക്ക് കറിയിലോട്ട് ചേർക്കാം. ഇനി ഈ കറിയിലോട്ട് നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള 2 ടേബിൾ സ്പൂൺ മല്ലിയില കൂടെ ചേർക്കാം. നന്നായി മിക്സ് ചെയ്തതിനു ശേഷം നമുക്കിതിനെ അടച്ചു വെച്ച് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ റെസ്റ്റോറന്റ് സ്റ്റൈൽ മുട്ടക്കറി തയ്യാറായിട്ടുണ്ട്. നമുക്കിതിനെ ചൂടോടുകൂടെ തന്നെ പത്തിരി, പൊറോട്ട, അപ്പം, ഇടിയപ്പം ഇവയുടെ കൂടെ എല്ലാം സെർവ് ചെയ്യാം. താങ്ക് യു.